ഹലോ, നമ്മൾ ഇന്നൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ട്. അതിനൊരു ഒടുക്കത്തെ ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ അതേ ടേസ്റ്റിൽ നാടൻ കൂന്തൽ റോസ്റ്റ് ആട്ടോ നമ്മളും തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂന്തലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർ അതൊന്ന് പോയി കാണണേ. കൂന്തലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിയിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടായ പാത്രത്തിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വന്നിട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ആ ഉള്ളിയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയൊക്കെ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചൂടായി വന്നിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ് കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് എരിവ് ഉണ്ടെങ്കിലാണ് നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഈ സമയത്തിന് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തലിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പറ്റിച്ച് അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റാണ്. തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിലും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.